നമസ്കാരം. എന്താ പേര്? ഇവിടെ ഇവിടെ ടൗണിൽ ക്ലീനിങ് ആണ്. ടൗൺ ക്ലീനിങ്. ഇവിടെ ടൗണിൽ ചന്ദ്രകല. ചന്ദ്രകല അല്ലേ? ഗ്രീഷ്മ. എത്ര കാലമായിട്ടുണ്ട് ഈ പരിപാടി? ഇറങ്ങിയിട്ട് 15 വർഷമായി. 15 വർഷമായിട്ട് ഇതേ പണി ചെയ്യുന്നു അല്ലേ? 17 വർഷത്തിന് മേളിലായി. രാവിലെ എത്ര മണിക്ക് ഇറങ്ങും? രാവിലെ ഞങ്ങൾ 8 മണിയൊക്കെ ആകുമ്പോഴത്തേനും. എത്ര മണിക്ക് കഴിയും? കഴിയുന്ന 12 മണിയാകുമ്പോഴേക്ക് കഴിയും അല്ലേ? ചെറുപ്പക്കാരാണല്ലോ ഇത്തവണ. സാധാരണ നമ്മൾ ഈ ക്ലീനിങ് പരിപാടികൾക്കും കുടുംബശ്രീ പ്രവർത്തകർക്കും ഇതിപ്പോൾ നിങ്ങൾ വിളിക്കുന്നത് എന്താണ്? ഹരിതശ്രീയാണ് അല്ല, ഹരിതകർമ്മസേനയാണോ നിങ്ങൾ? ടൗൺ ക്ലീനിങ്. ഇത് മുനിസിപ്പാലിറ്റി ആണോ നിങ്ങൾക്ക് ശമ്പളം തരുന്നത്? DTPC അല്ലെ? DTPC പൈസ കിട്ടുന്നുണ്ടോ? കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ടൗൺ നിങ്ങൾ കൃത്യമായിട്ട് സൂക്ഷിക്കും. നിങ്ങൾക്ക് എവിടുന്ന് എവിടം വരെയാണ് നിങ്ങളുടെ ഒരു മേഖല? ഈ ചെറുതോണി മുതൽ ടൗൺ മൊത്തം ഉണ്ട്. അപ്പൊ 12 മണി വരെ നിങ്ങളുടെ നിയന്ത്രണത്തിലായിരിക്കും ടൗൺ അല്ലേ? ആരെങ്കിലും പ്ലാസ്റ്റിക് ഇട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യും? അവരുടെ പരമാവധി നിങ്ങൾ പറയും അല്ലേ? അപ്പൊ ചെറുപ്പക്കാരായിട്ടുള്ള അല്ലെ, സുന്ദരികളായിട്ടുള്ള ടൗൺ ക്ലീനിങ് സ്റ്റാഫിനെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. എന്താ പേര്? നിർമ്മല, ഗ്രീഷ്മ, ചന്ദ്രകല. നമ്മൾ നേരത്തെ പേര് ചോദിച്ചു. അപ്പൊ 3 പേരും കൂടി ചെറുതോണി. നിങ്ങൾ എത്ര പേരാണ് ഉള്ളത് ഇവിടെ? 5 പേരാണ് രാവിലെ ഈ ടൗണിന്റെ ചുമതല, ചെറുതോണി ടൗണിന്റെ ചുമതല. ഇതിൽ ഈ വേസ്റ്റ് ഒക്കെ എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് എപ്പോഴെങ്കിലും മടുപ്പ് തോന്നാറുണ്ടോ? ഒന്നുമില്ല. ഈ ജോലിയിൽ നിങ്ങൾ ഹാപ്പിയാണ്. അപ്പം അവരെടുക്കുന്ന മാലിന്യമാണ് നമ്മളുടെയൊക്കെ സുഖവും നല്ല കാഴ്ചകളും. അപ്പോൾ താങ്ക് യു. കാര്യങ്ങളൊക്കെ ഉഷാറായിട്ടിരിക്കട്ടെ. മൊത്തം എങ്ങനെ തെരഞ്ഞെടുപ്പിന്റെ ഒരു അന്തരീക്ഷം ആർക്ക് അനുകൂലമാണ്? ആണോ? ആ, നിങ്ങൾ DTPC കാരായതുകൊണ്ട് തിരിച്ചു പറയാൻ സാധ്യതയില്ലെന്ന് എനിക്കറിയാം. അല്ലല്ല, MP ഞങ്ങൾക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. പ്രളയ സമയത്തൊക്കെ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു MP ഞങ്ങളുടെ. ആണ് അല്ലേ? അപ്പോൾ അങ്ങനെയാണ്. ഓക്കെ, അതാണ് നമ്മുടെ ടൗൺ ക്ലീനിങ് സ്റ്റാഫ്. എന്താ എൻ്റെ പേര്? ടൗൺ ക്ലീനിങ്. ഓക്കെ, അപ്പോൾ താങ്ക് യു. നമുക്ക് കാണാം. ഭക്ഷണമൊക്കെ കഴിച്ചോ നിങ്ങൾ? ഇത് കഴിഞ്ഞിട്ടാണോ കഴിക്കുക? ചൂട് വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടോ നിങ്ങൾക്ക്? ചൂട് ബുദ്ധിമുട്ടുണ്ട്. അത് കാരണം ഞങ്ങൾ നേരത്തെ ഇറങ്ങും. മുന്നേ കയറും അല്ലേ? എല്ലാവരും കുടുംബമൊക്കെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ സന്തോഷം കണ്ടത്. ഓക്കെ, അപ്പോൾ ടൗൺ ക്ലീനിങ് സ്റ്റാഫാണ് നമുക്ക് ഉള്ളത്. നമസ്കാരം ചേട്ടാ. അതിൽ പത്രമൊക്കെ ഉണ്ട്. രാവിലെ പത്രമൊക്കെ വായിച്ചോ? പത്രം വായിച്ചു. എങ്ങനെയുണ്ട് ഇന്നത്തെ പത്രത്തിലെ വാർത്താ സാധ്യതകളൊക്കെ? അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിന് ഈ ഇടുക്കിക്ക് വേണ്ടി ഒരു ഇടുക്കിക്കാരൻ എന്ന നിലയിൽ ദേശാഭിമാനി വായിക്കണല്ല, ഞാൻ മംഗളാണോ? ദേശാഭിമാനിയായിട്ടല്ല അത് ഇടുക്കിക്കാരൻ എന്നുള്ള ഇടുക്കിക്ക് വേണ്ടി എന്തെങ്കിലും വികസനം ചെയ്യണമെങ്കിലും ഒരു ഇടുക്കിക്കാരൻ കേന്ദ്രത്തിൽ പോയാലും നടക്കുള്ളൂ. അന്യ ജില്ലക്കാരൻ വന്ന് ഇടുക്കി വന്ന് തൊടുപുഴക്കാരനാന്ന് പറയുന്നത് തൊടുപുഴയുള്ള ഈ ഇവിടെ ഒരു വികസനം കൊണ്ടുവരാൻ ഈ പാലം തന്നെ ആയാലും ഞാൻ ലോട്ടറി കച്ചവടം. ലോട്ടറി ഒന്നും വിറ്റ് പോകുന്നില്ല എന്ന് കേൾക്കുന്നു. ലോട്ടറിക്ക് പ്രൈസ് കുറവുണ്ട്, അതുകൊണ്ട് അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാ. ഓക്കെ, അപ്പോ നമസ്കാരം ചേട്ടാ.